പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ കുറച്ച് PSCയുടെ പുതിയത് വന്നിട്ടുണ്ട് സൈറ്റിൽ, നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGS കുറെ വേക്കൻസി ഉള്ളതാണ്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവലിന്റെ കിട്ടുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ നേരത്തെ വന്നതാണ്, മെയിലിന് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് പഠിച്ചവർക്ക് PG ഉള്ളവർക്കുള്ള റിസർച്ച് ഓഫീസർ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷകളും നിങ്ങൾ നോക്കുക, സൈറ്റിൽ കയറി നോക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ചില സ്പെഷ്യൽ തസ്തികകളുണ്ട്. അപ്പോൾ എല്ലാം നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. എല്ലാം നോക്കുക, നിങ്ങളെല്ലാം എലിജിബിലിറ്റി നോക്കുക കേട്ടോ. നമുക്ക് എലിജിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് കാണും. പിന്നെ എന്തുകൊണ്ട് എലിജിബിൾ അല്ല എന്നുള്ളത് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, പരീക്ഷകൾ അപേക്ഷിക്കാനായിട്ട് ഒരിക്കലും വിട്ടുപോകരുത്. യെസ്, നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റിന്റെ ക്ലാസ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്, വളരെ ഇൻട്രസ്റ്റോടുകൂടി നടന്നുകൊണ്ടിരുന്ന ക്ലാസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് പോണത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിങ്ങനെ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഒരു പ്രോബ്ലത്തില് ഒരു അത് നമ്മൾ സ്റ്റെപ്പ് പെട്ടെന്ന് കയറി അങ്ങോട്ട് പോയി. അതായത് ഒരു ഡൗട്ട് വന്ന ഇതാണ്, എങ്ങനെയാണ് ഇത് ഇവിടെ ഈ ഒരു ഭാഗം, അതായത് 9680/8000 അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് അത് കട്ട് ഷോർട്ട് ചെയ്തു. അതിനുശേഷം ഈ 484/400 എങ്ങനെയാണ് ഈ സ്ക്വയർ റൂട്ടിനെ ചെയ്തതെന്നുള്ളൊരു സംശയം ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാം. 9680/8000 നമ്മളിവിടെ ചെയ്തത് എങ്ങനെയാ, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് രണ്ടെണ്ണത്തിലും മുകളിലും താഴെ നമുക്ക് കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏത് അത് വെച്ച് നമ്മൾ മുകളിലും താഴെയും ഹരിക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് 9680 ആദ്യം 2 കൊണ്ട് ചെയ്യാം, പിന്നെ വീണ്ടും 8000 ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്ത് പോകണം. സ്ക്വയർ റൂട്ടിന്റെ കാര്യം ഞാനിവിടെ പറയാം. ഇപ്പൊ 484/400 വന്നു ഇവിടെ അല്ലേ, അതായത് 484/400. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മള് 30 വരെയുള്ള സ്ക്വയർ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. 30 സ്ക്വയർ വരെ നമ്മളെല്ലാം പഠിച്ചിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കിതൊന്നും ചെയ്ത് നോക്കാനുള്ള സമയമില്ല, നമുക്കിത് കണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് 10 വരെ നമുക്കറിയാം, 10 സ്ക്വയർ 100 വരെ നമുക്കറിയാം, 11 സ്ക്വയർ 121, 12 സ്ക്വയർ 144 വരെ നിങ്ങൾക്കറിയാം. അതുപോലെ 13, 14, 15 വരെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം, ഉറപ്പായിട്ടും. 15 225 അല്ലേ. അതുപോലെ 15 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പഠിക്കാം, 20 എന്ന് പറയുന്നത് 400 20 സ്ക്വയർ. അതുപോലെ 25 സ്ക്വയർ എന്ന് വെച്ചാൽ 625. അറ്റ്ലീസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഇത്രയെങ്കിലും പഠിക്കണം. 12 വരെ നിർബന്ധമായിട്ടും, 15 വരെ നിങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? ഇവിടെ സോറി 15 സ്ക്വയർ അല്ലേ, 15 സ്ക്വയർ 225. അപ്പൊ നിങ്ങൾ ഇത്ര അറിയാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇപ്പൊ ഞാനിവിടെ 484 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് 20-ന് മുകളിലുള്ള ഒരു സ്ക്വയർ ആണ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് വേണമെങ്കിൽ ഒന്ന് 21 സ്ക്വയർ ഒന്നിട്ട് ചെയ്ത് നോക്കാം. 22 സ്ക്വയർ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അല്ലേ. 400 എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ ആണ് നമുക്കറിയാം. ഇനി നമുക്ക് എങ്ങനെ ഇതിന്റെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെ ഒരു സ്ക്വയർ കണ്ടുപിടിക്കും? വലിയ നമ്പർ വരാണെങ്കിൽ 30-ന് മുകളിലുള്ള സ്ക്വയർ വരാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 484. അപ്പൊ അത് ഞാൻ എന്നോട് ഡൗട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഞാൻ നേരെ ചെയ്തപ്പോൾ അങ്ങനെ അറിയാത്തവർ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയുള്ളൊരു മറുപടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 2 അല്ലേ, 2 കൊണ്ട് ചെയ്യാം. നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ 2 4, 4 2 8, 2 4 ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ 2 കൊണ്ട് വീണ്ടും ചെയ്യുന്നു. 1 2 2 4 2 2 പ്രാവശ്യം, ഇവിടെ 2 2 1 പ്രാവശ്യം. 121-ലെത്തി. 121-ലെത്തിയാൽ പിന്നെ എന്താ, 121 പറഞ്ഞാൽ എന്താണ്, 11 സ്ക്വയർ ആണ് 121. അയ്യോ അതെങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ അതെങ്ങനെ അറിയും, നമ്മൾ അത്യാവശ്യം 15 വരെ സ്ക്വയർ നിങ്ങൾ പഠിക്കും കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ 11-ലോട്ട് പോകും. കാരണം എന്താ, 121-ന് നമുക്ക് പിന്നെ നമുക്ക് 2 ചെയ്യാനോ 3 ചെയ്യാനോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോണതൊന്നുമില്ല. 4 ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ 2 എണ്ണം വെച്ചെടുക്കും സ്ക്വയർ കാണാനാവുമ്പോ. അപ്പൊ ഇവിടെ എന്താണ് 484-ന്റെ കാണാനായിട്ട് നമ്മൾ 2 × 11 ആണ്
അപ്പൊ 22 വരും. ഓക്കെ, 22. യെസ്, 22 ഡിവൈഡഡ് ബൈ ഈ 400ന്റെയോ 400ന്റെ ഓൾറെഡി നമുക്ക് 20ന്റെയാന്ന് അറിയാം. എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 4 2 പ്രാവശ്യം, 0 0, 2 2 ഒരു പ്രാവശ്യം. അപ്പൊ ആദ്യം 2 കൊണ്ട് ചെയ്യാം, പിന്നെ 2 കൊണ്ട് പറ്റില്ലെങ്കിൽ അടുത്ത നമ്പറിലോട്ട് പോകണം കേട്ടാ. 3 5 7 അങ്ങനെ പോകണം. ഇവിടെ 2 1 പറ്റില്ല. 10 2 5 പ്രാവശ്യം. ഇവിടെ 50 വന്നു. ഇവിടെ 2 വീണ്ടും നമുക്ക് എന്താണ് 50 2 25 പ്രാവശ്യം വരും. ഇവിടെ 5 5 5 1 നമ്മൾ രണ്ടെണ്ണം വെച്ചെടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും? 400ന്റെ ആകുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 5 വന്നു. 2 4 4 5 20 22/20 എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ അങ്ങനെയാണ് എത്തിയത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു പോകാൻ നമുക്ക് സമയമില്ല. എക്സാം ഹോളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 15 വരെയുള്ള സ്ക്വയർ ഇപ്പൊ പഠിച്ചു വെക്കുക. 20 സ്ക്വയർ 25 സ്ക്വയർ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു നമ്പർ വരുമ്പോ ഇപ്പൊ 400നും 625 ഇടയിലുള്ള നമ്പറിന്റെ സ്ക്വയർ റൂട്ടാ കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് 21നും 24നും ഇടയിലുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതറിയാവുന്നവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നണോ? പക്ഷെ ഇങ്ങനത്തെ ബേസ് നമുക്ക് കിട്ടാത്ത ആൾക്കാരുണ്ട്. നേരെ വൈകി ക്ലാസ്സിൽ വന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഓക്കെ ആണോ? ഞാൻ പ്രോബ്ലത്തിലേക്ക് പോട്ടെ. പ്രോബ്ലത്തിലേക്ക് പോവാം അല്ലേ? പോവാം. നമ്മുടെ ഫോർമുലകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഫോർമുലകളൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിരുന്നു. അപ്പൊ ആ നോട്ട് കയ്യിലുണ്ടാവും വിചാരിക്കണം അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5000 രൂപ 10% വാർഷിക കൂട്ടുപലിശ ലഭിക്കുന്ന ഒരു ബാങ്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ 6655 രൂപയാകും? 5000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കേട്ടാ. 5000 രൂപ. വാർഷിക പലിശ നിരക്ക് എത്രയാണ്? വാർഷിക കൂട്ടുപലിശ എത്രയാണ്? അതായത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 10% എത്ര വർഷം നിക്ഷേപിച്ചാൽ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് 6655 രൂപയാവും ചോദിക്കണേ. അതായത് നമ്മുടെ ഓക്കെ, എ എന്ന് പറയുന്ന സാധനം 6655 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇവിടെ പറയണത്. ഓക്കെ, ജിസ്മി ആൻസർ പെട്ടെന്ന് തന്നു. ആൻസർ തെറ്റാണ്, പക്ഷെ യെസ് ആൻസർ ആയി തോന്നുന്നു ഫോർമുല തന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാം നോക്കാം അല്ലെ? ആദ്യം തന്നെ നമ്മുടെ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താണ് നമ്മുടെ കൂട്ടുപലിശ കാണുന്ന ഫോർമുല? എന്താ? എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് R/100 ഓൾ റേസ് ടു n ആണ് അല്ലേ? ഓൾ റേസ് ടു n അല്ലേ? എ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6655. പി നമുക്ക് പിയും തന്നിട്ടുണ്ട് ഇല്ലേ? 5000 ഇൻറ്റു 1 പ്ലസ് R നമുക്ക് തന്നിട്ടുണ്ട് 10/100 ഓൾ റേസ് ടു n നമുക്ക് തന്നിട്ടില്ല. ഈ പറയുന്ന n ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളത് അല്ലെ? n നമുക്ക് കണ്ടുപിടിക്കണം. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ആദ്യം നമുക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഇവിടെ 6655 ഈക്വൽ ടു 5000 ഇൻറ്റു എന്ത് ചെയ്യാം? 1 പ്ലസ് 10/100 നമുക്ക് ചെയ്യാം അല്ലെ? 1 പ്ലസ് 10/100 ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 100 100 പ്ലസ് 10 110/100 ഓൾ റേസ് ടു n വന്നു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം തന്നെ ഓരോന്നിനും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 5000 എന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം ഇവിടെ. അപ്പോൾ 5000 എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റു ആണ്. 5000 ഇൻറ്റു 110/100 ഓൾ റേസ് ടു n ആണ്. അപ്പൊ ഈ ഇൻറ്റു 5000ത്തിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് ഡിവിഷൻ ആയിട്ട് മാറും. അതായത് 6655 ഡിവൈഡഡ് ബൈ 5000 ആയിട്ട് മാറും. ഈക്വൽ ടു 110/100 ഹോൾ റേസ് ടു n ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനും ഈക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നടക്കുന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന 6655 ഡിവൈഡഡ് ബൈ 5000 ഒന്ന് ചെയ്ത് നോക്കണം അല്ലെ? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ അതൊന്ന് വെട്ടി ചെറുതാക്കി നോക്കിയേ. 6655 ഡിവൈഡ് ബൈ 5000 ഒന്ന് ചെറുതാക്കിയേ. എന്താ വരാൻ നോക്കിയേ. അപ്പൊ അതിന് നമുക്ക് ഈ 110/100 ഒന്ന് ഈക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റണം.
എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് വന്നോ? എന്തെങ്കിലും ഐഡിയ വന്നോ? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 6655/5000 നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇതിന് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ 5 കൊണ്ട് പറ്റും അല്ലെ? ഇവിടെ 1, ഇവിടെ 1000 വരും. ഇവിടെ എത്ര വരും? 1, 16 5 3 പ്രാവശ്യം, 5 ഒരു പ്രാവശ്യം, അല്ല 16 5 ഒരു പ്രാവശ്യം അല്ലെ? 16 5, സോറി എഴുതിയപ്പോ തെറ്റിപ്പോയിട്ടാ. ഇവിടെ ഒരു പ്രാവശ്യം, 16 5 3 പ്രാവശ്യം അല്ലെ? 3 പ്രാവശ്യം വരും. പിന്നെ വീണ്ടും ഇവിടെ 15 വരും, 3, ഇവിടെ 1. ഇങ്ങനെ മനസ്സിലായി? ഇവിടെ 6655 നമ്മൾ 5 കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ 5 കൊണ്ട് ഹരിച്ചതാണ് നമ്മൾ ചെയ്തത് കേട്ടാ. ഇതാ അവിടെ അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ ചെയ്യാണ് കേട്ടാ. അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇവിടെ 15, ഇവിടെ 3, ഇവിടെ വീണ്ടും 15, 5 ഇറക്കിട്ടു, ഇവിടെ 1, അപ്പൊ ഇവിടെ 5 വന്നു. അപ്പൊ 1331/1000 വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1331/1000 ഈക്വൽ ടു 110 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ 0 കട്ട് ചെയ്ത് കളയാം. അപ്പൊ 11/10 ഹോൾ റേസ് ടു n ആയിട്ട് മാറും. ഓക്കെ, ഹോൾ റേസ് ടു n ആയിട്ട് മാറും. ആൻസർ കിട്ടി. ആൻസർ ജിസ്മി ചെയ്തിട്ടുണ്ട്. ജിസ്മി ചെയ്തിട്ടുണ്ട്, അതുപോലെ നേഹയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ? 11³ / 10³ അപ്പൊ നമുക്കിനി ഈ 1331/1000 ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n, അതിന് നമുക്കൊന്ന് ബന്ധിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. 10ന്റെ ക്യൂബാണ് 1000. അതായത് 10³ ഈക്വൽ ടു ആണ് 1000. 10 × 10 × 10 എത്രയാ? 1000 വരണേ. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കാം. 11ന്റെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 11ന്റെ ക്യൂബാണ് 1331 നോക്കാം. നോക്കി നോക്കിയേ, 11ന്റെ ക്യൂബാണ് 1331. 11 × 11 എത്രയാ? 121. 121 × 11 ചെയ്യുമ്പോഴോ? ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 1331 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1331/1000 നമുക്ക് എങ്ങനെ എഴുതാം? 11/10 ഹോൾ ക്യൂബ് ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ എക്സ്പോണൻഷ്യൽ ഇതനുസരിച്ച്, എക്സ്പോണൻഷ്യൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ വന്നവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയാം. ഇതിനകത്ത് നമ്മൾ ഓക്കെ, നമ്മുടെ ഈ ഒരു പാർട്ട് നമുക്ക് സെയിം ആണ് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുകളിൽ നമ്മുടെ കൃത്യങ്ങൾ എക്സ്പോണൻഷ്യൽ നമ്മൾ ഈക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് 3 = n, അതായത് n = നമുക്ക് എന്ത് പറയാം? 3 എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ കൃതികൾ നമുക്കിത് ഇവിടെ നമ്മുടെ ഈ ബേസ് നമുക്ക് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്മുടെ കൃത്യങ്ങൾ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. n = 3, 3 വർഷം നമുക്ക് ഉത്തരം വരും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമ്മൾ ഫോർമുലയ്ക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6655/5000 ഈക്വൽ ടു 110/100 ഹോൾ റേസ് ടു n വന്നു. 6655 / 5000 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 1331/1000 ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n ആക്കി കിട്ടി. നമ്മൾ 11/10 ടേംസിലേക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാക്കാൻ നോക്കിയതാണിത് അല്ലെ? അപ്പൊ നമുക്കറിയാം 10ഉം 1000 തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണ് 1000 അല്ലെ? അപ്പൊ ഇവിടെയും എന്ത് ചെയ്യണം? എന്ത് പറയണം? 11ന്റെ ക്യൂബാണോ 1331 നമ്മൾ ചെക്ക് ചെയ്തു, ശരിയാണ്. അപ്പൊ നമ്മൾ 1331/1000 11/10 ഹോൾ ക്യൂബ് നമ്മൾ മാറ്റി ഈക്വൽ ടു 11/10 ഹോൾ റേസ് ടു n. n = നമുക്ക് കൃത്യങ്ങൾ നമുക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. n = 3 എന്ന് ഉത്തരം വന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തെത്താത്തവരൊന്ന് ചെയ്തെത്തിച്ചു വായോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ 11³ ഒക്കെ ചെയ്ത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എത്ര പേർക്ക് ഉത്തരം കിട്ടുന്ന കമന്റ് ചെയ്തേ. ഓക്കെ, മനസ്സിലായവരൊന്ന് ഓക്കെ പറഞ്ഞേ. ചെയ്തോണ്ടിരിക്കണോ നിങ്ങള്?
ഇതൊരു വട്ടി പിടിച്ച കണക്കായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാം. ഇങ്ങനത്തെ ചോദ്യം വരുമെന്ന് ചോദിച്ചാൽ ഇത് പണ്ട് നമ്മുടെ LDCക്ക് വന്നിട്ടുള്ളതാണ്. LDC പരീക്ഷയ്ക്ക് മുൻപ് വന്നിട്ടുള്ള ചോദ്യമാണ്. LDC തൃശ്ശൂർ 2011 ചോദ്യമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ചോദ്യങ്ങളൊക്കെ പൊതുവെ വരും. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പിന്നെ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴും നമുക്ക് കുറച്ചും കൂടി പരീക്ഷ ടഫാക്കാനായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടാ. നമ്മൾ പക്ഷെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ മോഡൽ ചോദ്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരും. എല്ലാ മോഡലും ചെയ്യിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, കുറച്ച് പേരൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വിവോ, ടെൽന, അന്ന. ബാക്കിയുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ജിസ്മി ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ. യെസ്. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിലേക്ക് പോണ പ്രോബ്ലത്തിലേക്ക്. മിനി 5000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരികെ ലഭിക്കും? ഓക്കെ, ഇത് നമ്മുടെ അർദ്ധവാർഷികത്തിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. അതൊന്നും എടുത്ത് എല്ലാവരും നോക്കിയേ. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് 5000 അല്ലെ? 5000 ആണ്. യെസ്. നമ്മുടെ പലിശ എന്ന് പറയുന്നത് 20% അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കാണുന്ന ബാങ്കാണ് നമ്മുടെ NE= 1. ഒരു വർഷമല്ലേ? ഒരു വർഷമാണ്, 1. നമ്മുടെ അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്നതിന്റെ ഫോർമുല എന്താണ്? അപ്പൊ എത്ര രൂപ തിരികെ ലഭിക്കുന്നതാണ് ചോദ്യം. എത്ര രൂപ തിരികെ ലഭിക്കും? P × 1 + R/2 divided by 100 whole raised to 2n അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഫോർമുലയ്ക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P എന്ന് പറയുന്നത് 5000 ആണ്. ശ്രദ്ധിക്കാട്ടാ, 5000 × 1 + ആറിന്റെ കൂടെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? അർദ്ധവാർഷികം ആയതുകൊണ്ട് 6/2 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. 6/2 എന്ന് പറയുമ്പോൾ ആ പലിശേരെ നമ്മൾ പകുതിയാക്കി, അതായത് 20/2 ആക്കി, 10. അപ്പൊ എന്താ പറയാ? 10. ഞാനിവിടെ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതാം, മനസ്സിലാവാത്തൊരു വേണ്ടി. 20/2 ഡിവൈഡഡ് ബൈ 100 ആണ് വരണത്. ഓക്കെ, ദെൻ 2n എന്ന് പറയുമ്പോൾ 2 × 1. 2 അർദ്ധവാർഷികങ്ങളാണ് വരണത്. അപ്പൊ 2 തന്നെ വരും. അപ്പൊ 5000 × 1 + 20/2 10. മനസ്സിലായോ? 10 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഹോൾ റേസ്ഡ് ടു 2. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളൂ, നമുക്ക് ചെയ്യാം. ഒന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഉള്ളൂ. $5000 × 100 + 10 110/100 ഹോൾ സ്ക്വയർ = 5000 × ഇവിടെ വേണമെങ്കിൽ 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 11/10 × 11/10 ചെയ്തു വാ. ആൻസർ കറക്റ്റ് ആണ്. നേഹ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ചെയ്ത ജിസ് ആൻസർ ശരിയാണ്. ടെൽന ശരിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാ നിങ്ങള്? ഇവിടെ നമുക്ക് 0 വെട്ടിക്കളയാം അല്ലെ? കട്ട് ചെയ്ത് കളയാട്ടാ. ഇനി എന്ത് ചെയ്താൽ 11 × 11 എത്രയാ നിങ്ങൾക്കറിയാം? 121 ആണ്. 121 × 50 ചെയ്തേ. 121 50 ചെയ്യാനായിട്ട് ആദ്യം 121 × 5 ചെയ്യാം. പിന്നെ 0 ഇട്ട് കൊടുത്താൽ മതി. 5 5 5 10 0 ബാക്കി 1 5 5 5 1 6 0 ഇട്ട് കൊടുത്താൽ 6050 വരും. ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് കേട്ടാ, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ല. ഓക്കെ, കിട്ടാത്തവരുണ്ടാ? നമ്മള് ഇതിനെ
എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ ആൻസർ 6050 പറയണത്. യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ രാമു ഒരു വർഷത്തേക്ക് 15,000 രൂപ നിക്ഷേപിച്ചു. അതായത് രാമുവിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 15,000. ബാങ്ക് 12% നിരക്കിലാണ് പലിശ കണക്കാക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6.12 ഒരു വർഷത്തിന് ശേഷം രാമുവിന് എത്ര രൂപ തിരികെ കിട്ടും? അപ്പൊ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചു കിട്ടും? അർദ്ധവാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത് കേട്ടോ, അർദ്ധവാർഷികമായിട്ട്. അപ്പൊ അതൊന്ന് ചെയ്തേൻ, ആൻസർ ചെയ്തേൻ. നിങ്ങൾ തന്നെ ചെയ്തു. നമ്മളിപ്പോ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. തന്നേക്ക് ചെയ്തു. നിങ്ങൾക്ക് തന്നേക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ആൻസർ കിട്ടിയോ? ആൻസർ കുറച്ച് പേര് അല്ല, ആൻസർ നേഹ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം. നമ്മുടെ അർദ്ധവാർഷികത്തിന്റെ ഫോർമുല എഴുതാം. ചെയ്താ നിങ്ങള്? ഇങ്ങനെ എന്റെ ടാബ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എഴുതുന്ന ടാബ് ഇടയ്ക്ക് സ്റ്റെക്കാണ്, ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ചെയ്യാം അല്ലേ? എങ്ങനെ വരണേ? എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+r/2 ഡിവൈഡഡ് ബൈ 100 ഹോൾ റീസ് ടു n. അപ്പൊ എന്ത് വരും? 15,000 ഇൻറ്റു 1+r/2 എന്ന് പറയുമ്പോൾ 12/2 6% പലിശ വരും. ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര? 2n ആണ് അല്ലേ? 2n എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ആണ്. നമ്മളിവിടെ 2 തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ? 15,000 ഇൻറ്റു 106/100 ഹോൾ സ്ക്വയർ. ഞാൻ നേരത്തെ ചെയ്ത കാരണം അധികം വിശദീകരണം, അധികം ഡെക്കറേഷനിലേക്ക് പോകുന്നില്ല. ഓക്കെ, 15,000 ഇൻറ്റു 106/100 ഇൻറ്റു
106/100 ഇങ്ങനെയല്ലേ വന്നത്? ആൻസർ കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൻസർ കുറച്ചധികം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെയ്യണം. കുറച്ച് ഗുണിക്കാനുണ്ട്, കുറച്ച് കഷ്ടപ്പാടാ അല്ലേ? എളുപ്പത്തിൽ നമ്മൾ പോവില്ല. ഇവിടെ സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 2, 5, ഇനി 15, 10 നമ്മൾ 5 കൊണ്ട് ഹരിക്കാം. ഇവിടെ 3 പ്രാവശ്യം. ഇവിടെ ഈ 2 നമുക്ക് ഹരിക്കാം. 2 10, പിന്നെ 3 × 2 6 അല്ലേ? 106 × 3 ഒന്ന് ചെയ്ത് നോക്കാം. 106 × 3 ചെയ്യുമ്പോ 6 × 3 എത്രയാണ്? 6 × 3 നമുക്ക് 18. ബാലൻസ് 1. 3 × 0 0. 0 + 1 എത്രയാ? 1. 1 × 3 3. 318 വരും. 318 എന്ത് ചെയ്യണം? 53 ചെയ്യണം അല്ലേ? 3 × 8 24. ബാക്കി 2. 1 × 3 3. 3 2 5. 3 × 3 9. 5 × 8 40. 0. ബാക്കി 4. 1 × 5 5. 5 4 9. 5 × 3 15. ഇത് എത്ര വരും? 4 5 9 9 18 8. ബാക്കി 1. 5 1 6. ഇവിടെ 16. കണ്ടില്ലേ? 16 854 നമ്മുടെ ആൻസർ എത്തിയാ? ഹരിച്ചും ഗുണിച്ചൊക്കെ എത്തിയാ? നമ്മുടെ ഹരണം ഗുണനൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടാ. 16 854 എത്താൻ പറ്റാത്തവരുണ്ടോ? എന്താ ഇപ്പൊ ചെയ്തപ്പോ ഇങ്ങനെ ഗുണിക്കാന്ന് മനസ്സിലായി? മടി പിടിക്കരുത് കേട്ടോ. ഗുണിക്കാനും ഹരിക്കാനും ഈ വലിയ നമ്പർ കാണുമ്പോ ഒരു മടി വരും കേട്ടാ. ആ മടി അങ്ങ് എടുത്ത് കാട്ടിക്കളയാം, ഗുണിക്കാനും ഹരിക്കാനൊക്കെ. ഇതിപ്പോ അവിടെ ചെയ്ത് കഴിയുമ്പോൾ പകർത്തി വെക്കാം. അങ്ങനെയല്ല, നമ്മുടെ എഫേർട്ട് ഇട്ട് ഗുണിക്കുകയോ ഹരിക്കുകയൊക്കെ വേണം കേട്ടാ. ഫൈനൽ ആൻസർ എഴുതി വെക്കേണ്ട. ഞാൻ പിന്നെ ഞാൻ പഠിക്കാം ബുക്ക് തുറന്ന്. അങ്ങനെ വേണ്ട, ഇപ്പൊ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കാം. തെറ്റിക്കോട്ടെ, കിട്ടാണ്ടിരുന്നോട്ടെ, പക്ഷെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കണം. നമ്മൾ പറയില്ലേ, പയ്യെ തിന്നാൻ പനയും തിന്നാമെന്ന് പറയുന്ന പോലെ തെറ്റിക്കോട്ടെ. തെറ്റി വരുമ്പോഴാണ് നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുള്ളൂ കേട്ടാ. ഞാൻ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാണ്. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ 36,500 രൂപയ്ക്ക് പാദവാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ എന്ത്? പലിശയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിലുള്ള വാർഷിക പലിശയാണ്. അപ്പൊ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് 36,500 രൂപയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പാദവാർഷികമായിട്ടാണ് നമ്മളോട് പലിശ പറഞ്ഞേക്കണേ അല്ലെ? ക്വാർട്ടേർലിയാണ്. അപ്പൊ നമ്മുടെ ഫോർമുല എടുക്കാം. നമ്മൾ ഫോർമുല എഴുതി വെച്ചിട്ടില്ലേ പാദവാർഷികത്തിന്റെ? ഓർമ്മയുണ്ടോ? അതെടുത്ത് നോക്കിക്കോ. എൻ്റെ ഒന്ന് എഴുതി. എന്താ പറയണ ഫോർമുല? A = P × 1 + R/4 / 100 ഹോൾ റേസ് ടു എന്താ പറയാ? നമ്മൾ 4n കൊടുക്കണം. പാദവാർഷികമാണ് അല്ലെ? അതായത് ഒരു വർഷത്തിൽ 12 മാസം ഉണ്ട്. നമ്മൾ അതിനെന്താക്കി? 4 ഭാഗിച്ചു, ക്വാർട്ടേർലി. അതാണ് പാദവാർഷികം എന്ന് പറയുന്നത്. 3 മാസം 3 മാസം 3 മാസം 3 മാസം അങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% അപ്പൊ 6/4 എന്ന് പറയുമ്പോൾ എത്രയും വരാം? ഇവിടെ 12/4 എന്ന് പറയുമ്പോ 3% അല്ലേ വരാ? 3%. 3 × 4 12 അല്ലേ? ഒന്നുമില്ല, നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 36,500 × 1 + 3/100 ഹോൾ റേസ് ടു 4 × എത്ര വരണം നമുക്ക്? നമ്മളോട് ചോദിച്ചത് 3 മാസത്തെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 3 മാസത്തെ കാര്യം ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കണം? നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? 3 മാസത്തെ കാര്യം ചോദിക്കുമ്പോ നമ്മള് 1 ആയിട്ട് കണക്കാക്കണം അല്ലേ? അതായത് 4n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ? n = ഇവിടെ 3 മാസമാണ് വരണേ അല്ലെ? നമ്മളോട് ചോദിച്ചത് 3 മാസത്തേക്കുള്ള പലിശയാണ്. ഓക്കെ, 3 മാസം എന്ന് പറയുമ്പോ അതിനെ കൊല്ലത്തിലേക്ക് കണക്കാക്കുമ്പോ എങ്ങനെ വരും? നമ്മുടെ എന്നിനെ കൊല്ലത്തിലോട്ട് കണക്കാക്കുമ്പോ എങ്ങനെ വരും? നമ്മുടെ ഈ പറഞ്ഞ 3 മാസം അല്ലെ? 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണത്? അത് 3/12 കൊല്ലാണ്. അതായത് നമ്മുടെ n = എന്താ പറയണേ? 3/12 ആണ് വരണേ അല്ലേ?
എൻ നമ്മൾ ഇയർ ആയിട്ട് പറയുന്ന സാധനമല്ലേ, പക്ഷെ ഇവിടെ നമുക്ക് 3 മാസം തന്നേക്കണേ. അപ്പൊ അതിന് നമ്മൾ ഇയർ ആയിട്ട് കാണണം. അപ്പൊ നമ്മൾ എൻ ഈസ് ഈക്വൽ ടു എന്താ വരാ? 3/12 വരാ. എൻ ഈസ് ഈക്വൽ ടു 3/12. മനസ്സിലായില്ലേ എങ്ങനെ വന്നേന്നുള്ളത്? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ 4 ഇൻറ്റു എങ്ങനെ കൊടുക്കണം? 3/12 എന്ന് കൊടുക്കണം. 4 ഇൻറ്റു 3/12 എന്ന് പറഞ്ഞാൽ എന്താ വരണേ? 4 ഇൻറ്റു 3/12 എന്ന് വെച്ചാൽ എന്താ വരുന്നേ? ഓക്കെ, ഇവിടെ 4 12ൽ 4 3 പ്രാവശ്യം, ഇവിടെ 3 3 കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്ര വരണേ? 1 വരണേ. മനസ്സിലാവണ്ട? 36,500 ഇൻറ്റു 1 പ്ലസ് 3/100 ഹോൾ റേസ് ടു 1. അതായത് 4 ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉത്തരം വരുന്നത്? 3 ഉത്തരം വരുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാന്നുള്ളത്? ഇവിടെ 4 12ൽ 4 3 പ്രാവശ്യം, ഇവിടെ 3 3 കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പം. ബാക്കി ഇത് ചെയ്തേ. 36,500 ഇൻറ്റു 103 ഡിവൈഡഡ് ബൈ 100. ഇത്രയും വരണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ നമ്മൾ 100 ഈ സീറോസ് വെട്ടിക്കളഞ്ഞു. 365 ഇൻറ്റു 103 നമ്മളൊന്ന് ഗുണിക്കണം. ഗുണിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാം. ഉത്തരം കിട്ടുമ്പോൾ അതിന്റെ പ്രത്യേകതയുണ്ട്. നമുക്കിത് മുതലും പലിശയും കൂടിയുള്ള എമൗണ്ട് ആണ് കിട്ടുക. നമ്മളോട് ചോദിച്ചേണ്ടത് 3 മാസത്തേക്കുള്ള പലിശ എത്ര, പലിശ മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടാ. ആൻസർ വന്നാ? ഇല്ല, കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും. കുടിച്ചോണ്ടിരിക്കും. കിട്ടിയാ? ഗുണിച്ചാ? ആൻസർ തോന്നല്ലോ. ഓ, ആൻസർ ആ ഓക്കെ, 1095. ആൻസർ ബി വന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ ബി ആണ്. ഇനി ഗുണിച്ച് കാണിക്കണോ? 365 ഇൻറ്റു 103 ഗുണിച്ച് കാണിക്കണോ? 365 ഇൻറ്റു 103, 5 ഇൻറ്റു 3 15 അല്ലേ? ബാക്കി 1, 6 ഇൻറ്റു 1 18, 18 1 19 9, ബാക്കി 1, 3 ഇൻറ്റു 3 9, 9 1 10 അല്ലേ? 10 വന്നു. 5 ഇൻറ്റു 0 0, 6 ഇൻറ്റു 0 0, 3 ഇൻറ്റു 0 0. പിന്നെന്താണ് ഇവിടെ നേരെ എല്ലാം ഒന്നുകൊണ്ട് 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 6 6, 1 ഇൻറ്റു 3 3. നമുക്ക് ഗുണിക്കാൻ എളുപ്പമുള്ള നമ്പറാണ് അല്ലേ? 9 5 6 1 7 3, 37,595 വന്നേ. ഇത് മുതലും പലിശയും കൂടിയുള്ള എമൗണ്ട് ആണ് അല്ലേ? 37,595 അല്ലേ? ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ? പലിശ ഈക്വൽ ടു എന്താ? പലിശ എന്ന് പറയുമ്പോൾ പലിശ മാത്രമാണ്. 37,595 മൈനസ് എന്ത് വേണം? 36,500. 5 9 0 1, 1095 രൂപ. മനസ്സിലായോ? 1095 നമുക്ക് ഉത്തരം വന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഏസലിന് ഉത്തരം കിട്ടിയായിരുന്നോ? ഏസൽ ചെയ്തിരുന്നോ? യെസ്. ഞാൻ അടുത്ത പ്രോബ്ലത്തേക്ക് പൊക്കോട്ടെ. നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. നമ്മുടെ തുകകൾ കുറച്ച് ഇരട്ടിയാവണ ഒരു ഫോർമുലയാണ് കേട്ടോ ഇത്. അതായത് കുറച്ച് ഒരു ഫോർമുലയാണ്.
നമ്മുടെ തുകകള് കൂട്ടുപലിശ ക്രമത്തില് ഇരട്ടിയാവും. അത് ഇത്ര വർഷം കഴിയുമ്പോഴത്തേനും ഇത് ഇരട്ടിയാവും. അങ്ങനെ പറയുന്ന ചില ചോദ്യങ്ങളാണ്. അതായത് ഒരു പ്രത്യേക തുക ഇരട്ടിയാകാൻ വേണ്ടിയിട്ട്, ഇപ്പൊ 4 ഇരട്ടിയാകാനായിട്ട് വേണ്ട വർഷം എത്ര, 8 ഇരട്ടിയാകാൻ വേണ്ട വർഷം എത്ര, അങ്ങനെയുള്ളൊരു ഫോർമുലയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അതായത് കൂട്ടുപലിശ നിരക്കിൽ ഫോർമുല ആദ്യം നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാം. കൂട്ടുപലിശ നിരക്കിൽ ഒരു നിശ്ചിത തുക ഇരട്ടിക്കുവാൻ വേണ്ട കാലയളവ്. നിശ്ചിത തുക ഇരട്ടിക്കുവാൻ വേണ്ട കാലയളവ്. ഓക്കെ, അപ്പൊ 4 ഇരട്ടിയാണെങ്കിൽ വർഷം, 4 ഇരട്ടിയാകാൻ അതായത് എത്ര വർഷം വേണമെന്നുള്ളതാണ്. അതായത് ഒരു തുക 4 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ്, 4 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ് ഈക്വൽ ടു, ഇത് എഴുതി വെക്കുക, കാലയളവ് ഈക്വൽ ടു വർഷം ഇൻറ്റു 2. കണ്ട, വർഷം ഇൻറ്റു 2. ഇനി 8 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വർഷം എന്താന്നുള്ളത്. 8 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ്, 8 ഇരട്ടിയാകണമെങ്കിൽ എന്ത് വേണം? വർഷം ഇൻറ്റു 3. ഇനി 16 ഇരട്ടിയാണെങ്കിൽ, 16 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ്, 16 ഇരട്ടിയാകാനാണെങ്കിൽ എന്തായിരിക്കും? വർഷം ഇൻറ്റു 4. ഓക്കെ, ഇങ്ങനെയാണ് പറയണേ. അതായത് കൂട്ടുപലിശ നൽകുന്ന ഒരു നിശ്ചിത തുക 5 കൊല്ലം കൊണ്ട് ഇരട്ടിച്ചു എന്ന് നമുക്ക് എക്സാമ്പിൾ തരും. മനസ്സിലായ? അത് വീണ്ടും ഇത്ര മടങ്ങാവാനായിട്ട് എത്ര വർഷം വേണം? അങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു 5 വർഷം കൊണ്ട് ഒരു തുക എത്ര ഇരട്ടിയായി, ഇനി അത് 4 ഇരട്ടിയാകാനായിട്ട് എത്ര വർഷം വേണം, അല്ലെ? അപ്പൊ നമുക്ക് 5 × 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു തുക കൂട്ടുപലിശ ക്രമത്തിൽ 5 വർഷം കൊണ്ട് ഇരട്ടിയായാൽ അത് 8 മടങ്ങാകുവാൻ വേണ്ട കാലയളവ് എത്ര? ശ്രദ്ധിക്കുക, 5 വർഷം അല്ലെ, നമ്മുടെ വർഷം എന്ന് പറയുന്നത് 5 ആണ്. 5 വർഷം കൊണ്ട് നമുക്ക് അത് ഇരട്ടിയായാൽ 8 മടങ്ങാകാൻ വേണ്ട കാലയളവ്. ഓക്കെ, ഇത് ഞാനിപ്പോ തന്ന ഫോർമുല വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. 8 ഇരട്ടിയാകാൻ വേണ്ട വർഷം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് മുന്നേ നമുക്ക് എങ്ങനെ നമുക്കൊരു മനക്കണക്ക് കൂട്ടാൻ നോക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമൗണ്ട് എടുത്തു. അത് ഇരട്ടിയാവാനായിട്ട് എത്ര വർഷം വേണം? അതായത് പി എന്ന് പറയുന്ന ഒരു എമൗണ്ട് 2p ആവാനായിട്ട് നമുക്ക് എത്ര വർഷം വേണം? 5 വർഷം വേണം, അല്ലേ? ഇനി അത് 8 മടങ്ങാകാൻ വേണ്ട കാലയളവാണ് ചോദിക്കുന്നത്. അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ഇത് എന്താവും? വീണ്ടും ഇരട്ടിച്ചിട്ട് 4p ആവും, ഇല്ലേ? അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴോ ഇത് 8p ആവും. എന്ന് വെച്ചാൽ ആകെ എത്ര വർഷ? 15 വർഷം. 15 വർഷം കൊണ്ട് ഇത് 8 ഇരട്ടിയായ, അതായത് പി എന്ന് പറയുന്ന ഒരു എമൗണ്ട് 8 വർഷം, അതായത് 8 ഇരട്ടിയായി. 8p-ന്റെ 8 മടങ്ങാവാനായിട്ട് എത്ര വർഷം എടുത്തു? 15 വർഷം എടുത്തു. മനസ്സിലാവുണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് നമ്മൾ ചോദ്യം ഈ പറഞ്ഞതും കൂടി വെച്ച് നോക്കാം. ഒരു തുക കൂട്ടുപലിശ ക്രമത്തില് 5 വർഷം കൂടി ഇരട്ടിയായാല് അത് 8 മടങ്ങാകാൻ വേണ്ട കാലയളവാണ് ചോദിച്ചത്. പി എന്ന് പറയുന്ന എമൗണ്ട് ഇരട്ടിയാവാൻ, അതായത് 2p-ന്റെ 2 ഇരട്ടിയാവാനായിട്ട് 5 വർഷം, വീണ്ടും 5 വർഷം കഴിയുമ്പോൾ അത് അതിന്റെ ഇരട്ടിയായിട്ടുണ്ടാവും, അതായത് 4p ആയിട്ടുണ്ടാവും. അപ്പൊ 5 വർഷം, വീണ്ടും അടുത്ത 5 വർഷം കഴിയുമ്പോൾ 8p ആയി, അതായത് 8 ഇരട്ടിയാവാനായിട്ട് നമുക്ക് മൊത്തം 15 വർഷം എടുത്തു. ഇനി നമ്മുടെ ഫോർമുല വെച്ചാണെങ്കിലോ 8 ഇരട്ടിയാവാൻ വേണ്ട കാലയളവ്, 8 ഇരട്ടിയാകാൻ വേണ്ട കാലയളവ് ഈക്വൽ ടു എന്താണ്? വർഷം ഇൻറ്റു 3, അല്ലേ? ഇവിടെ നമുക്ക് വർഷം 5 അല്ലേ,
5×3 = 15 നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. രമയും ലീലയും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. രമ 10% സാധാരണ പലിശ നിരക്കിൽ, അല്ലെ, സാധാരണ പലിശ നിരക്കിലും ലീല 10% എന്തിലാണ്, വാർഷിക പലിശ നിരക്കിൽ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റില്, അല്ലെ, പലിശയ്ക്ക്. കാലാവധി പൂർത്തിയായപ്പോൾ ലീലയ്ക്ക് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് അവർ നിക്ഷേപിച്ചത്? അല്ലെ, ലീലയുടെയും രമയുടെയും തമ്മിൽ എമൗണ്ട് എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു? 100 രൂപ. രണ്ടുപേരും 2 വർഷത്തേക്കാണ് ഒരേ തുക നിക്ഷേപിച്ചു. ഒരാൾ 10% സാധാരണ പലിശ, ഒരാൾ 10% കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചു. കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച ആൾക്ക് 100 രൂപ എക്സ്ട്രാ കിട്ടി, അല്ലേ? അപ്പോ എത്ര രൂപ വീതമാണ് അവർ നിക്ഷേപിച്ചത്, അല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. അതായത് ഞാനത് പറഞ്ഞുതരാം. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട്. അത് വെച്ച് നമുക്ക് നമ്മുടെ ഇതിന്റെ ഈ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 2 വർഷത്തെ കൂട്ടുപലിശയും 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഈക്വൽ ടു, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു P × R/100 ഹോൾ സ്ക്വയർ. മനസ്സിലായോ? 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? CI - SI ഈക്വൽ ടു P × R/100 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് CI - SI എത്ര തന്നിട്ടുള്ളേ? CI - SI എന്ന് പറഞ്ഞാല് 100 രൂപയാണ് തന്നിട്ടുള്ളത്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 ഈക്വൽ ടു P നമുക്ക് അറിയില്ല, P ആണ് കണ്ടുപിടിക്കേണ്ടത്. R നമുക്കറിയാം 10% ആണ്, 10/100 ഹോൾ സ്ക്വയർ. അപ്പൊ 100 ഈക്വൽ ടു P × 10² 100 സ്ക്വയർ, അല്ലേ? ഇങ്ങനെയല്ലേ വന്നേ? അപ്പൊ എന്ത് വരും? 100 ഈക്വൽ ടു, നമുക്കിവിടെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമുക്കൊരു സ്റ്റെപ്പ് ലാഭിക്കാം കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ഇവിടെ എന്താ പറയണേ? 1² 10² ആണ് വരുള്ളൂ, അല്ലേ? അപ്പൊ 100 ഈക്വൽ ടു P × 1/100 ആണ് പറയണത്, അല്ലേ? P ഈസ് ഈക്വൽ ടു എന്ത് വരും? P ഈസ് ഈക്വൽ ടു ഈ 100നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 100 × 100 ഈക്വൽ ടു 10,000 റുപ്പീസ് നമുക്ക് ഉത്തരം വരും. മനസ്സിലായോ? അപ്പൊ ഇത് ഫോർമുല നമ്മൾ പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. എന്ത്? 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം, കേട്ടാ? 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം CI - SI ഈക്വൽ ടു P × R/100 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫോർമുല നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഒരു ഫോർമുലയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയോ? ഇത് 10,000 രൂപ നമുക്ക് ആൻസർ വന്നു. ഇത് നമുക്ക് 2 വർഷത്തെ തരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യണത് കേട്ടോ. 2 വർഷത്തെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. അതേസമയം 3 വർഷത്തേക്കുള്ള പലിശ വ്യത്യാസം എന്ന് പറഞ്ഞാലോ നമുക്ക് മറ്റൊരു ഫോർമുലയാണ്. അത്രയ്ക്കൊന്നും ചോദ്യം നമുക്ക് അത്രയ്ക്കൊന്നും ടൈറ്റ് ആക്കി പോവാറില്ല ഈ ഏരിയന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ മോഡലും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും.
അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ അടുത്ത പ്രോബ്ലത്തിൽ അതും കൂടി പഠിപ്പിക്കാം. ഇതിപ്പോ 2 വർഷത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. CI മൈനസ് SI ഈക്വൽ ടു P×R/100 ഹോൾ സ്ക്വയർ. 3 വർഷത്തെ വരും, അടുത്തത് 3 വർഷത്തെയാണ്. അത് വരുമ്പോൾ കുറച്ചും കൂടി ഫോർമുല കോംപ്ലിക്കേഷൻ തോന്നാം. അതായത് 40,000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? അപ്പൊ 3 വർഷത്തിന്റെ ഫോർമുലയാണ് ഇവിടെ പറയണേ. 3 വർഷത്തെ വ്യത്യാസം ആണെങ്കിൽ എന്താണ് നമ്മുടെ ഫോർമുല പറയണേ? നമ്മുടെ ഫോർമുല പറയണത് CI മൈനസ് SI ഈക്വൽ ടു P ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് R/100 എന്ന് വരും. മനസ്സിലായോ? CI മൈനസ് SI ഈസ് ഈക്വൽ ടു P ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് R/100 ഒന്ന് എഴുതി വെക്കുക കേട്ടാ. അതൊന്ന് എഴുതി വെക്കുക. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, യെസ്. ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. നമുക്കിവിടെ CI മൈനസ് SI എത്ര തന്നേണേ? അത് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട് 40,000 അല്ലേ. നമുക്കിവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 5% അല്ലേ. അത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ 3 വർഷം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? CI മൈനസ് SI കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ CI മൈനസ് SI ഈക്വൽ ടു 40,000 ഇൻറ്റു 5/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 പ്ലസ് 5/100 എത്ര ഉള്ളൂ? 5/100 അല്ലേ. ഈക്വൽ ടു എന്ത് വരും? 40,000. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ. 5 10 20, അതായത് 1/20 ഹോൾ സ്ക്വയർ. 1/20 ഹോൾ സ്ക്വയർ, അതായത് 100ൽ 5 20 പ്രാവശ്യം പോകും കേട്ടോ. സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? 305/100 എന്ന് വരും അല്ലേ. ഇവിടെ നമുക്ക് 305/100 എന്ന് വരും. ഓക്കെ അല്ലേ. 3×100 100 + 5 അത്രയും വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 40,000 ഇൻറ്റു 1/20 ഇൻറ്റു 1/20 ഇൻറ്റു 305/100 അല്ലേ. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 0 0 കട്ട് ചെയ്യാം. ഇവിടെ ഈ 0യും 0യും കട്ട് ചെയ്യാം. ഇവിടെ ഈ 2 0യും ഈ 2 0യും കട്ട് ചെയ്യാം. ഇവിടെ 4ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. ഇവിടെ ഈ 2 പോയി. ഇവിടെ 4ൽ 2 പ്രാവശ്യം. ഈ 2ഉം ഈ 2ഉം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആൻസർ എത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കട്ട് ഷോട്ട് ചെയ്യാം. 305 നമുക്ക് ഉത്തരം വന്നു. ആൻസർ ഡി എന്ന് പറഞ്ഞ ഉത്തരത്തേക്ക് എത്തിയ നിങ്ങള്. ഇതാണ് നമ്മൾ ചിലപ്പോൾ ഈ ഫോർമുലയും വലിപ്പവും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ടെൻഷൻ ആവരുത്. നമുക്ക് കാൽക്കുലേഷൻ ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നമ്മൾ കുറെ കുണിച്ചും തിരിച്ചൊന്നും പോകേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, കിട്ടിയ നിങ്ങൾക്ക്? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. 2 വർഷത്തേക്ക് ഒരു തുകയുടെ സാധാരണ പലിശ 50 രൂപയും കൂട്ടുപലിശ 55 രൂപയുമാണ്. രണ്ടും ഒരേ പലിശ നിരക്കാണെങ്കിൽ തുക എത്ര? കണ്ടില്ലേ? അതായത് നമുക്ക് ഒരേ തുക
ഒരേ പലിശ നിരക്ക്. ചോദ്യത്തിന് വ്യത്യാസം മനസ്സിലാക്കണ്ട. ഒരേ തുക, ഒരേ പലിശ നിരക്ക്, എന്നാൽ ഒന്ന് സാധാരണ പലിശ, മറ്റേത് ഒന്ന് സാധാരണ പലിശ, മറ്റേത് കൂട്ടുപലിശ. ഇതാണ് നമ്മുടെ ഐഡിയ. കേട്ടാ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പൊ 2 വർഷത്തേക്ക് നമ്മൾ ഒരു തുക നിക്ഷേപിക്കുന്നു. ഒരെണ്ണം സാധാരണ പലിശ 50 രൂപ, കൂട്ടുപലിശ 55 രൂപ. രണ്ടും ഒരേ പലിശ നിരക്കാണ്. പക്ഷെ സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും ആവുമ്പോ എന്ത് വരും? വ്യത്യാസം വരും അല്ലെ? പലിശ കിട്ടുമ്പോ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് ഒരേ തുകയാണ്, ഒരേ പലിശ നിരക്കാണ്, അതേസമയം ഒന്ന് സാധാരണ പലിശയും മറ്റേത് കൂട്ടുപലിശയാണ്. അപ്പൊ എന്ത് കാണാം നമുക്ക്? പലിശ നിരക്ക് ഈക്വൽ ടു വ്യത്യാസം ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി. സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു 100. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? 55 രൂപയും 50 രൂപയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അതേപോലെ തന്നെ സാധാരണ പലിശ ഇവിടെ എത്ര രൂപയാ? 50 രൂപ. ഈ 50 രൂപയുടെ പകുതി നമ്മൾ എടുക്കും. അപ്പൊ എത്ര വന്നേ? 25. അതേ ഇൻറ്റു 100. 55 മൈനസ് 50 എന്ന് പറയുമ്പോൾ 5. 5/25 ഇൻറ്റു 100 ആണ് പറയണത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ 25, 100ൽ 4 പ്രാവശ്യം, 4 × 5 20. 20% നമുക്ക് പലിശ നിരക്കാണ് അല്ലെ? പലിശ നിരക്ക് നമുക്ക് കിട്ടി 20% പലിശ നിരക്ക് അല്ലെ? അപ്പൊ തുകയുടെ 20% എന്ത്? അപ്പൊ തുകയുടെ 20%. അപ്പൊ ഈ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. നമ്മളോട് കണ്ടുപിടിക്കുന്നത് എന്താണ്? രണ്ടും ഒരേ പലിശ നിരക്കാണെങ്കിൽ തുക എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? തുക എത്ര? യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് പലിശ നിരക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് തുക കണ്ടുപിടിക്കണം. തുക കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സാധാരണ പലിശ 50 രൂപയാണ്. അതായത് ഈ പലിശ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെങ്കിൽ പിയുടെ 20% എന്ന് പറയുന്നത് എത്രയാ? പിയുടെ 20% എന്ന് പറയുന്നത് എത്രയാ? 50 രൂപയാണ് അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരിക്കും? 50 ഇൻറ്റു 100/20 ആയിരിക്കില്ലേ? ഓക്കെ. ചെയ്തു നോക്കിയാൻ. %20 പലിശ നിരക്ക് വന്നത്. ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ആൻസർ കിട്ടിയോ?
ഇവിടെ നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 50 രൂപ പലിശ തന്നിട്ടുണ്ട് ഇല്ലേ? 50 രൂപ പലിശ തന്നിട്ടുണ്ട്. പക്ഷെ ഈ 50 രൂപ എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള പലിശയല്ലേ? അല്ലേ? ഈ 50 രൂപ എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള പലിശയാണ്. മനസ്സിലായ? ഈ 50 രൂപ എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള പലിശയാണ്. ഓക്കെ, അപ്പൊ 1 വർഷത്തേക്കുള്ള പലിശ എത്രയാ വരാ? 1 വർഷത്തേക്കുള്ള പലിശ 25 രൂപയാണ് വരാ, അല്ലേ? 1 വർഷത്തെ സാധാരണ പലിശ 1 വർഷത്തെ സാധാരണ പലിശ എത്രയാ? സാധാരണ പലിശ എന്ന് പറഞ്ഞാല് എത്ര വരും? 25 രൂപ. ഓക്കെ, അപ്പൊ P × 20/100 ഈക്വൽ ടു 25 രൂപയാണ് 1 വർഷത്തെ സാധാരണ പലിശ. അപ്പൊ മുതൽ എത്രയാ? 25 × 100/20 കേട്ടാ. ഓക്കെ, അപ്പൊ എന്ത് വന്നു ആൻസർ? അപ്പൊ ഇവിടെ നമ്മൾ 20, ഇവിടെ 5 കട്ട് ചെയ്ത് കളഞ്ഞു. 25 × 5 125 രൂപ നമുക്ക് എന്ത് വന്നു? തുക വന്നു കേട്ടാ. ക്ലിയർ ആയി നിങ്ങൾക്ക്? അതായത് നമുക്ക് പലിശ നിരക്ക് കാണുന്ന ഫോർമുലയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പലിശ നിരക്ക് കണ്ടുപിടിച്ച് 20%. 20% പലിശ നിരക്കിൽ 1 വർഷത്തേക്കുള്ള പലിശ എത്രയാന്ന് നമുക്ക് അറിയാം. സാധാരണ പലിശ 25 രൂപയാണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 50 രൂപ തന്നിട്ടുള്ളത്. 2 വർഷത്തെ പലിശയാണ്. ഇപ്പൊ 1 വർഷത്തെ പലിശ എത്രയാണ്? 25 രൂപ അല്ലേ? അപ്പൊ നമ്മള് അതായത് മുതലിന്റെ 20 PNR/100 ചെയ്യുകയാണെങ്കിൽ PNR/100 എന്നുള്ള രീതിയിൽ P × 20/100 × 1 എന്ന് പറയുന്ന സാധനമാണ് 25. അതിൽ നമ്മൾ P കണ്ടുപിടിച്ചു, അതാണ് 125 രൂപ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. നമ്മുടെ ഈ പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. യെസ്. കൂട്ടുപലിശ ക്രമത്തിൽ ഒരു തുക 2 വർഷം കൊണ്ട് 6050 രൂപയും 3 വർഷം കൊണ്ട് 6655 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര? കൂട്ടുപലിശ ക്രമത്തിൽ ഒരു തുക 2 വർഷം കൊണ്ട് 6050 രൂപയായി, 3 വർഷം കൊണ്ട് 6655 രൂപയായി, പലിശ നിരക്ക് എത്ര? നമ്മൾ പഠിച്ചു വരും, നമുക്ക് സ്വന്തമായിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്, ഞാനിപ്പോൾ ആ ഫോർമുല തരാം. കൂട്ടുപലിശ പ്രകാരം ഇവിടെ ഫോർമുല ഇതാണ്. കൂട്ടുപലിശ പ്രകാരം P രൂപ N വർഷം കൊണ്ട് A1 രൂപയും N+1 വർഷം കൊണ്ട് A2 രൂപയും ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് ഈക്വൽ ടു എന്ത് വരും? A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, നമുക്കറിയാം കൂട്ടുപലിശ പ്രകാരം P രൂപ N വർഷം കൊണ്ട് A1 രൂപയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് A1 എത്രയാണ്? A1 6050 രൂപയാണ് അല്ലെ? N+1 വർഷം എന്ന് വെച്ചാൽ എത്രയാ? N+1 വർഷം എന്ന് വെച്ചാൽ ഇവിടെ എത്രയാ വരണേ? 2 + 1 = 3 വർഷമാണ്. 3 വർഷം കൊണ്ട് എത്രയായി? A2 ആയി, അതായത് 6655 ആയിട്ട് മാറി. പലിശ നിരക്ക് എത്ര വരും? നേരെ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6655 മൈനസ് 6050 ഡിവൈഡഡ് ബൈ 6050 ഇൻറ്റു 100. ഓക്കെ, ആൻസർ വന്നാ? ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. നേഹയുടെ ആൻസർ വന്നിട്ടുണ്ട്. ഇവിടെ 6655 6050 കുറച്ച് 6655 മൈനസ് 6050 നമ്മൾ കുറയ്ക്കുക. 5 0 6 0 605. അപ്പൊ എന്ത് വരും? 605 ഡിവൈഡഡ് ബൈ 6050 ഇൻറ്റു 100. അപ്പൊ എന്താ ഇവിടെ പറയാം? ഇവിടെ 0 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. 605 കട്ട് ചെയ്ത് കളഞ്ഞു. 10% അല്ലേ? 10% നമുക്ക് ഉത്തരം വന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് അല്ലേ?
അപ്പോൾ തത്വത്തിൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ഭാഗം നമ്മളെല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ചോദ്യമായിട്ട് ഇനി തരാം. ബേസിക്കലി നിങ്ങൾ കൂട്ടുപലിശ കാണുന്ന ഫോർമുലകൾ പഠിക്കുക. വാർഷിക പലിശയും പാദവാർഷിക അർദ്ധവാർഷികം പലിശ കാണുന്നത് നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.